ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ് മൈ ഡിയർ സുത്തുക്കുട്ടികളെ. ഇന്നൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തുടരെ നടക്കുന്ന കൊലപാതകങ്ങൾ, പല പ്രായത്തിൽ പല അവസ്ഥകളിൽ പല ജോലിയിലുള്ള ആൾക്കാർ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുന്നു. ഇവരെല്ലാം സാമ്യപ്പെടുത്തുന്ന ഒരു കാര്യമുള്ളൂ. മരിച്ചു കിട്ടുന്ന ബോഡിയിലെ വായ, ആ മനുഷ്യന്റെ വായ, ചുണ്ടുകളുള്ള ഭാഗമില്ലേ, വാ എന്ന് പറയപ്പെടും, ആ ഭാഗം തുറന്നാണിരിക്കുക. വാ തുറന്നിരിക്കുന്ന ബോഡികൾ. ചില ബോഡികളുടെ വായൊക്കെ തുറന്നിരിക്കും, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഒരാൾ ഹോൾഡ് ചെയ്ത് പിടിച്ച് വാ ഒരു പ്രത്യേക രീതിയിൽ തുറന്നു വെച്ചിരിക്കുക. ഇതാണ് ഈ ബോഡികൾ തമ്മിലുള്ള ഒരു സാമ്യം. അങ്ങനെയാണെങ്കിൽ ചെയ്തത് ഒരു സീരിയൽ കില്ലർ തന്നെ. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ പോവാണ് നമ്മുടെ നായികയമ്മ. 2014 റിലീസ് ചെയ്ത ദ കോളിംഗ് എന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു മധ്യവയസ്കയായ പെൺകുട്ടി, മുട്ടിനും ഇടുപ്പിനൊക്കെ നല്ല വേദനയാ, കഷ്ടപ്പെട്ട് കുത്തി എഴുന്നേൽക്കുന്നുണ്ട്. നൈറ്റ് നല്ല ഡോസ് ആയിരുന്നു അക്ക. എഴുന്നേറ്റ ഉടനെ ഏതൊക്കെയോ പില്ല് വാരി കഴിക്കുന്നുണ്ടാവും. വേദനയാന്ന് തോന്നുന്നു ശരീരം മുഴുവൻ. ഇടുപ്പിന്റെ ഡിസ്കിന് എന്തോ ഒരു പ്രോബ്ലം ആണ്. എപ്പോഴും മരുന്ന് കഴിക്കണം, വൈകുന്നേരം 2 പെഗ്ഗും അടിക്കണം, എന്നാലേ ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ അക്ക രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് വരുന്നു. അവരൊരു പോലീസുകാരിയാണ്. വന്ന ഉടനെ കൂടെ വർക്ക് ചെയ്യുന്ന ബഡ്ഡി പോലീസുകാരൻ പറയും, ചാൻഡലർ എന്ന് പറയുന്ന ആള് വിളിച്ചിരുന്നു. കാലത്ത് മുതൽ അമ്മയെ വിളിക്കുന്നുണ്ടത്രേ. അമ്മ ഫോൺ എടുക്കുന്നില്ല. ഏതോ ഒരു അയൽക്കാരിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അയൽക്കാരി ചെന്ന് മുട്ടി നോക്കിയിട്ടും വാതിൽ തുറക്കുന്നില്ല. സോ ഒന്ന് പോയി ചെക്ക് ചെയ്യാൻ ആ മകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മകൻ ഇപ്പൊ ടൗണിലാണുള്ളത്. ശരി, പോയി നോക്കാന്ന് പറയും നമ്മുടെ പെണ്ണ്. ഇതൊരു ചെറിയ ഗ്രാമമാണ്, അധികം പോലീസുകാരൊന്നുമില്ല. അങ്ങനെ ഇടയ്ക്കിടെ കള്ളവും കൊലപാതകവും ഒന്നും നടക്കാറില്ല. ഇവര് ഫ്രീ ആയിട്ട് പിസയും വാങ്ങി തിന്ന് ചൊറിയും കുത്തിയിരിപ്പാണ്. എന്തായാലും ഈ ഒരു കംപ്ലൈന്റ് കിട്ടിയത് കൊണ്ട് തന്നെ ഞാൻ പോയി നോക്കാന്ന് പറഞ്ഞ് ഹീറോയിൻ ആ അമ്മച്ചിയുടെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ചെന്ന് കതക് മുട്ടുമ്പോൾ തുറക്കുന്നില്ല. ശരി, എന്തായാലും നോക്കാന്ന് പറഞ്ഞ് കതക് തുറന്ന് അകത്തേക്ക് പോയി നോക്കുമ്പോൾ കഴുത്ത് അറക്കപ്പെട്ട നിലയിൽ ആ വീട്ടിലെ അമ്മ ചെയറിൽ പുറകോട്ട് ചാഞ്ഞു കിടക്കുന്നു. ഇവൾ ഉടനെ തോക്കെടുക്കും, വീട് മുഴുവൻ പരിശോധിക്കും. അവിടെ ആരും കാണുന്നില്ല. എത്രയും പെട്ടെന്ന് ബാക്കപ്പിന് വേണ്ട പോലീസുകാരെ വിളിച്ചു വരുത്തുന്നു. ആദ്യത്തെ ഫോറൻസിക് ടെസ്റ്റ് ഒക്കെ നടത്തുന്ന ആളും കൂടെ വരുന്നുണ്ട്. പുള്ളിക്കാരൻ പറയും, ഇങ്ങനൊരു കൊലപാതകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കഴുത്ത് നല്ല ആഴത്തിൽ ആടിനെ വെട്ടുന്ന പോലെ വെട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഓട്ടോപ്സി റിപ്പോർട്ട് പൂർണ്ണമായിട്ട് കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പൊ തൽക്കാലം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഓട്ടോപ്സി വന്നാലേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്നാ ഡോക്ടർ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ വീടിന് വെളിയിൽ വരുമ്പോൾ അയൽക്കാരി ഇങ്ങനെ നോക്കി നിൽപ്പുണ്ടാവും. അവർക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയുമോ എന്നറിയാൻ വേണ്ടി ഹീറോയിൻ ആ ലേഡി ചെന്ന് കാണും. ഈ നാട്ടിലെ എല്ലാവരെയും ഹീറോയിൻ അറിയാം, ചെറിയ സ്ഥലമല്ലേ. ആ അയൽക്കാരി പെണ്ണിനോട് ചോദിക്കുമ്പോൾ സംശയാസ്പദമായി ആരെയെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ ഒരു കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീടിന് മുന്നിലായി. ആ കാർ ഇതുവരെ ഞാൻ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. ആരും ഇറങ്ങി വരുന്നതോ പോകുന്നതോ ഞാൻ കണ്ടില്ലായിരുന്നു. ഈ കാറ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എന്ന് പറയും. കാറിന് ഏതാണ് കളർ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഗ്രേ കളർ സെഡാൻ കാർ. മേക്കിങ്ങിനെ കുറിച്ചൊന്നും അറിയില്ല. ശരി, നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് തിരികെ വന്ന് ഈ അമ്മച്ചിയുടെ മകനെ കാണും. അപ്പോഴേക്കും പോലീസുകാർ അമ്മച്ചിയുടെ മകനെ വിളിച്ചു വരുത്തിയിരുന്നു. വീട്ടിൽ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അതിനു വേണ്ടിയിട്ടായിരിക്കുമോ കള്ളൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടി ഹീറോയിൻ ചോദിക്കും. അങ്ങേര് പറയും, അങ്ങനെ വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും അമ്മ ഉപയോഗിക്കാറില്ല. അവര് പ്രാർത്ഥനയൊക്കെ ആയിട്ട് പള്ളിയിൽ പോകുക, തിരിച്ചു വരിക, ബൈബിള് വായിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു പാവ സ്ത്രീയാ. അല്ലാതെ വീട്ടിൽ വിലപിടിപ്പുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞ് ഹീറോയിൻ ഈ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോവാണ്. ആദ്യ റിപ്പോർട്ടിൽ സർജിക്കൽ നൈഫ് ഉപയോഗിച്ച് മരണം പെട്ടെന്ന് ഉറപ്പാകുന്ന രീതിയിൽ കഴുത്തിലെ വിൻ പൈപ്പും എസോഫേഗസും കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണാവോ? അങ്ങനെ ആദ്യം അത് കട്ട് ചെയ്ത് മരണം ഉറപ്പുവരുത്തിയതിനു ശേഷം വീണ്ടും ആഴത്തിൽ മുറുക്കിയാണ് ചെയ്തിട്ടുള്ളത്. കഴുത്തിങ്ങനെ പുറകിലേക്ക് ഒടിഞ്ഞു കിടക്കുമ്പോൾ വാ നല്ലപോലെ തുറന്നാണ് ഇരിക്കുന്നത്. ഈ തുറന്ന അവസ്ഥയിലാണ് ബോഡി കിട്ടുന്നത്. എന്നാൽ അമ്മച്ചി നല്ല ഡ്രിങ്ക്സ് കഴിച്ചതിന്റെ അടയാളങ്ങളുണ്ട്. അങ്ങനെ ഫുൾ ഡോസിലുള്ളപ്പം അധികം വേദന ഇല്ലാതെയാണ് മരിച്ചിട്ടുണ്ടാവുക. ഇനി വേദനയിൽ വാ പൊളിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചു കഴിയുമ്പം ആ വാ അടയാനാണ് സാധ്യത. പക്ഷെ ഇങ്ങനെ തുറന്ന അവസ്ഥയിൽ തന്നെ നിൽക്കണമെങ്കിൽ ആരെങ്കിലും വാക്കകത്ത് വിരലിട്ട് പിടിച്ചിട്ടുണ്ടാവണം. അതും ഒരുപാട് സമയം. വാ അങ്ങനെ തന്നെ സ്റ്റെക്കായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വാക്കകത്ത് വിരലിട്ട് പിടിച്ചിട്ടുണ്ടാവണം. അങ്ങനെ ആരെങ്കിലും ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എന്ന സംശയം അപ്പൊ തന്നെ അവരിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ ബഡ്ഡി കൂട്ടുകാരൻ പോലീസ് പറയും, ഇതൊരു ഹോമിസൈഡ് കേസാണ്, നമ്മൾ അന്വേഷിക്കണം എന്ന് നിർബന്ധമില്ല. ഈ കേസ് നമുക്ക് വേണമെങ്കിൽ കൈമാറാം. എന്താ നിന്റെ തീരുമാനം ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, എനിക്ക് ഈ കേസ് വേണം.
ഞാൻ എന്തായാലും ഇത് അന്വേഷിക്കാൻ പോവുക, നീയും കൂടെ ഉണ്ടാവുമെന്നാണ് എന്റെ പ്രതീക്ഷ, നീയും കൂടെ വേണമെന്ന് പറഞ്ഞ് ഇവള് കമ്പൽ ചെയ്ത് അങ്ങേരെ കൊണ്ട് സമ്മതിപ്പിക്കും. ഈ നേരം ഒരു പ്ലേ ഗ്രൗണ്ടിൽ പാവം ഏതോ ഒരു പെൺകുട്ടി 10-12 വയസ്സുള്ളൊരു കൊച്ചു പെണ്ണ്, അവള് പെട്ടെന്ന് തല കറങ്ങി നിലത്തേക്ക് വീഴും. എന്തുകൊണ്ടാണെന്നറിയില്ല. സീൻ കട്ട് ചെയ്താൽ ഹീറോയിന്റെ വീട്ടിലേക്ക് വരുന്നു. ഹീറോയിനൊരു അമ്മയുണ്ട്. അമ്മയുടെ കൂട്ടുകാരിയാണ് ഇപ്പൊ കൊല ചെയ്യപ്പെട്ട അമ്മച്ചി. ഞാൻ വിവരം അറിഞ്ഞിരുന്നു. ചർച്ചിലെല്ലാവരും അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. നീ എന്തായാലും ആ അമ്മയുടെ ഫ്യൂണറലിന് പോകണം. അവര് കൊച്ചിലേക്ക് നിന്നെ ഒരുപാട് നോക്കിയിട്ടുണ്ട്, ഉറപ്പായിട്ടും പോകണമെന്ന് പറയും. ഹീറോയിന് ഇഷ്ടമല്ലെങ്കിലും ശരി ഞാൻ പോകാം, ഇനി അതിനു വേണ്ടി വഴക്കിടണ്ട, ഞാൻ പുറത്തു പോട്ടെ, ഇന്ന് ഭക്ഷണം പുറത്തുനിന്നാ കഴിക്കണമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് പുറപ്പെടുന്നു. ഒരു ബാറിലേക്ക് വരികയാണ്. ഈ ബാറിൽ ഹീറോയിന്റെ പഴയ ഭർത്താവ് വരുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ എക്സ് ഭർത്താവ് അയാൾ കുറച്ച് വൈകിയേ വരുള്ളൂ. നിനക്ക് സുഖമാണോ? എനിക്ക് സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല, കുറച്ച് ജോലി ഉണ്ടായിരുന്നു. നിന്റെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, ആ വേദനയൊക്കെ അവിടെ തന്നെ കിടപ്പുണ്ട്, പിന്നെ വൈകിട്ട് 2 അടിച്ചു കിടക്കുമ്പോൾ ഒരു സമാധാനം. അപ്പൊ എക്സ് നിന്നോട് ട്രീറ്റ്മെന്റിന് ഞാൻ പോകാൻ പറഞ്ഞല്ലേ, മാത്രമല്ല നിന്റെ ഈ മദ്യപാനം നിർത്താൻ വേണ്ടി ഒരു റീഹാബിലിറ്റേഷൻ ഫെസിലിറ്റിക്ക് പോകണം, നീ പഴയതുപോലെ തിരിച്ചു വരണം, പണ്ടത്തെ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കരുത്, നിന്റെ ഹെൽത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ നോക്കാൻ ആരാണുള്ളത്, അമ്മയ്ക്കും പ്രായമായിട്ട് വരല്ലേ, ഞാൻ വേണമെങ്കിൽ ഇടയ്ക്ക് നിന്നെ ഒന്ന് കാണാം, നീ ആ സെന്ററിൽ പോവുകയാണെങ്കിൽ ഇടയ്ക്ക് നിന്നെ ഒന്ന് കാണാമെന്ന് പറയും പുള്ളി. അപ്പൊ ഹീറോയിൻ ചോദിക്കും, നീ അങ്ങനെ ഒന്ന് കാണുകയാണെങ്കിൽ നിന്റെ ഭാര്യ എന്ത് പറയും? ഞാൻ ഭാര്യയോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് കാണാം, അതിന്റെ ആവശ്യമില്ല, നിന്റെ ഫാമിലി ലൈഫിൽ ഞാൻ കുഴപ്പമുണ്ടാക്കില്ല, ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുമില്ല, എന്റെ കാര്യങ്ങൾ ഓക്കെയാണ്, ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോന്ന് പറയും ഹീറോയിൻ. അപ്പോഴേക്കും പഴയ ഭർത്താവിന്റെ പുതിയ ഭാര്യ വിളിക്കുന്നുണ്ട്. അയാൾക്ക് വേറെ വഴിയില്ല, പോണം. സംഭവം എന്തോ ഒരു കാരണം കൊണ്ട് ഇവർ പിരിഞ്ഞെങ്കിലും തമ്മിൽ ഇപ്പോഴും ആ സ്നേഹമുണ്ട്. നല്ല കാര്യം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം ആ നാട്ടിലെ തന്നെ ഒരു കാഫ്റ്റീരിയ, അങ്ങോട്ട് ചർച്ചിലെ ഫാദറെ പോലെ ഒരാൾ വരുന്നുണ്ട്, വലിയ കോട്ടൊക്കെ ധരിച്ച്. ഫാദറൊന്നുമല്ല, ഒരു പാസ്റ്റർ ലുക്കുണ്ട്, എന്തോ ഒരുപാട് അറിവുള്ള ഒരാളെ പോലെ. പുള്ളിക്കാരൻ വന്ന് ചൂടുവെള്ളം ഓർഡർ ചെയ്ത് ആ ചൂടുവെള്ളത്തിൽ അയാളുടെ കയ്യിലുള്ള കുറച്ച് പച്ചമരുന്നുകളിട്ട് കുടിക്കാൻ തുടങ്ങും. അപ്പൊ അവിടുത്തെ ചേച്ചി, നിങ്ങൾ ഡോക്ടറാണോ സാറേ എന്ന് ചോദിക്കും. അങ്ങേര് പറയും, ഞാൻ ഡോക്ടറൊന്നുമല്ല, പക്ഷെ മനുഷ്യന് വേണ്ട, അവന്റെ ആരോഗ്യത്തിന് വേണ്ട, അവന്റെ ഡിസീസുകൾക്ക് വേണ്ട മരുന്നുകളെക്കുറിച്ച് എനിക്കറിയാം, അതൊക്കെ നമ്മുടെ പരിസ്ഥിതിയിൽ തന്നെയുണ്ട്, ഏത് രോഗവും നമുക്ക് ഭേദമാക്കാൻ പറ്റും. ഉടനെ ആ വെയിറ്റർ ചേച്ചി പതിയെ ആ മനുഷ്യന്റെ അടുത്ത് ഇരുന്നിട്ട് പറയും, ഏത് രോഗവും ഭേദമാക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ ഒരു മോശം അവസ്ഥയിലാണ്, എന്റെ മോൾക്ക് സുഖമില്ല, അവൾ ഇടയ്ക്കിടെ തലചുറ്റി വീഴുന്നു, ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞത് അവൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്നാ, അതിന്റെ ചികിത്സ ഫലപ്രദമല്ലെന്നും പറഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എങ്ങനെ എന്റെ മോളെ രക്ഷപ്പെടുത്തും? എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, 12 വയസ്സുള്ള ഒരു കുഞ്ഞു ബാലികയെ ഈശോ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാർക്കോസ് 5:42 അതുണ്ട്. ദൈവത്തിന്റെ ഇച്ഛ എന്നും അത്ഭുതകരമാണ്, അങ്ങേർക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നും തന്നെയില്ല. അത് കേൾക്കുമ്പോൾ ആ ചേച്ചി ചിരിച്ചോണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും. അവർ തമ്മിൽ പിന്നീട് എന്താ സംസാരിച്ചെന്നറിയില്ല. കട്ട് ചെയ്താൽ ഹീറോയിന്റെ ഓഫീസ്, പോലീസ് സ്റ്റേഷൻ. അവിടേക്ക് പുതിയൊരു ഓഫീസർ വരുന്നുണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ഇവരെ നാട്ടിൽ കൊലപാതകം നടന്നല്ലേ, 4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു കൊലപാതകം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് പുതിയൊരു ഓഫീസറെ ഇവർക്ക് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് അയച്ചതാ. പുള്ളിക്കാരനെ പരിചയപ്പെട്ട് കഴിഞ്ഞ് ഹീറോയിൻ ചർച്ചിലേക്ക് ചെല്ലും. അവിടെ ആ മരിച്ച അമ്മച്ചിയുടെ ഫ്യൂണറൽ ആയിരിക്കും. അതിന് പഴയ കെട്ടിയോനും അയാളുടെ പുതിയ ഭാര്യയും വന്നിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇവള് പഴയ കെട്ടിയോനെ ലൈൻ അടിക്കുന്നു. അതാണെങ്കിൽ പുതിയ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. സ്പീച്ച് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ പുതിയ ഭാര്യ, നീ ഇടയ്ക്കെപ്പോഴെങ്കിലും എന്റെ ഭർത്താവിനെ കാണുന്നതോ സംസാരിക്കുന്നതോ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അടിക്കടി ഞങ്ങളെ വീടിന് മുന്നിൽ കാറ് നിർത്തി ഞങ്ങളെ വാച്ച് ചെയ്യരുത്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ജീവിതമുണ്ട്, അതേ കയറി ഞോണ്ടരുതെന്നും പറഞ്ഞ് ഹീറോയിനെ ചീത്ത പറഞ്ഞിട്ട് പോകും. ഞാനൊരു പോലീസുകാരിയാണ്, ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പലയിടത്തും വന്നെന്നും പോയെന്നും ഇരിക്കുന്നും പറഞ്ഞ് ഇവളും തിരിച്ച് ചീത്ത പറയുന്നുണ്ട്. പാവം പെണ്ണിന് പഴയ കെട്ടിയവനെ മറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ബഡ്ഡി പോലീസുകാരൻ എങ്ങനെയൊക്കെ അവളെ സമാധാനിപ്പിച്ച് വിളിച്ചോണ്ട് പോവാണ്. ഇവരെ വില്ലേജ് ബോർഡറിൽ ഒരു ഫാം ഹൗസിൽ ഇന്ന് കാലത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. അവിടുന്ന് വിളി വന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞ് ഇവർ ആ ഫാമിലേക്ക് ചെല്ലും. അവിടെ കാവലിനൊരു പോലീസുകാരി ഉണ്ടാവും. മരിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പം മൈക്കിൾ ഉൾമാൻ എന്ന് പറഞ്ഞ ആളാ. ഈ ഫാം ഹൗസിന്റെ ഓണറാ, സിറ്റിയിലുള്ള കുറച്ച് കാശുകാരനാ. കാലത്ത് ഹോഴ്സ് ട്രെയിനറാണ് ആ ബോഡി കണ്ടത്. ഇവര് ഫാം ഹൗസിനകത്തേക്ക് ചെല്ലും. ഇയാളുടെ ബോഡിയും വാലേശം തുറന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. അത് മാത്രമല്ല, ഇയാളുടെ കഴുത്തല്ല അറുത്തിരിക്കുന്നത്, വയറാണ് അറുത്തിട്ടുണ്ടാവുക. വയറിനകത്തുള്ള സ്റ്റൊമക്ക് എടുത്ത് മാറ്റിയിരിക്കുന്നു. സ്റ്റൊമക്ക് കാണാനില്ല എന്ന് ബോഡി ചെക്ക് ചെയ്യുന്ന ഡോക്ടർ പറയും. ഇവര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ആ ഫാം ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പട്ടികൾ 2 കുരയ്ക്കുന്ന ശബ്ദം കേൾക്കും. പോയി നോക്കുമ്പോഴാണ് മനസ്സിലാവുക, അയാളുടെ അറുത്തെടുത്ത വയറ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ട്, അതിനെ പട്ടികൾ കടിച്ച് തിന്നുന്നു. അവിടുന്ന് ഇവർ തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാൻ നേരം ഹീറോയിൻ പാർട്ട്ണർ പോലീസുകാരനോട് പറയും, ഈ 2 കൊലപാതകം തമ്മിൽ ബന്ധമുണ്ടെന്ന്. കാരണം ഫോഴ്സ്ഫുള്ളായി ആരും തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് എൻ്റർ ആയിട്ടില്ല. അതുപോലെ തന്നെ വാ തുറന്ന ഒരു പ്രത്യേക തരം കൊലപാതകം.
അപ്പൊ അത് കേൾക്കുന്ന ഡോക്ടർ പറയും, എനിക്കെന്തോ കണക്ഷൻ തോന്നുന്നില്ല, അവിടെ മരിച്ചത് ഒരു പാവപ്പെട്ട വീട്ടിലെ മുത്തിയമ്മത്തള്ള, ഇവിടെ മരിച്ചത് ഫാം ഹൗസിൽ ഒരു പണക്കാരൻ, അധികം പ്രായമില്ല, മേഡറിന് വ്യത്യാസമുണ്ട്, ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് മാച്ച് ആവുക? ഹീറോയിൻ പറയും, ഇല്ല, എനിക്കെന്തോ ഈ രണ്ട് കൊലപാതകം തമ്മിൽ ബന്ധമുള്ളതായിട്ടാണ് തോന്നുന്നത്. മരിച്ച രണ്ടുപേരുടെയും ഫോട്ടോ കാണുമ്പോൾ അവരെന്തോ പറയാൻ വരുന്ന പോലെ. ഇതേ രീതിയിലുള്ള കൊലപാതകങ്ങൾ അവരെ ഗ്രാമത്തിലോ അടുത്തുള്ള മറ്റ് ഗ്രാമങ്ങളിലോ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ആ പുതിയ പോലീസുകാരനോട് അയൽപ്പക്കത്തുള്ള എല്ലാ സ്റ്റേഷനിലേക്കും വിളിച്ചന്വേഷിക്കാൻ പറയും. പുള്ളിക്കാരനും വിളിച്ചന്വേഷിക്കുന്നുണ്ട്. ഈ സമയം ഹീറോയിൻ അവളുടെ ചീഫിനടുത്ത് ചെന്ന് നടന്ന 2 കൊലപാതകങ്ങളും ഒരു സീരിയൽ കില്ലറാണ് ചെയ്തിട്ടുള്ളത്, കൂടുതൽ കൊലപാതകങ്ങൾ അയാൾ ചെയ്യും, എനിക്ക് ബാക്കപ്പിന് വേണ്ടിയിട്ടും ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടിയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 പോലീസുകാരെ കൂടെ വേണമെന്ന് പറയും. അപ്പൊ ചീഫ് ചിരിച്ചിട്ട് അവളെ കളിയാക്കിക്കൊണ്ട് പറയും, നിന്റെ ഗ്രാമത്തിലൊരു കൊലപാതകം നടന്നതിന് നീ ഇത്രയും സീനാക്കാണോ? ഞങ്ങളുടെ ടൗണിൽ മോർണിംഗ് ഷിഫ്റ്റിൽ തന്നെ ഒരു 6 കൊലപാതകങ്ങൾ നടക്കാറുണ്ട്, അതിന് ഇത്രയും പോലീസുകാരെയൊന്നും ഞങ്ങൾ വിടാറില്ല. ഏതെങ്കിലും കള്ളന്മാരായിരിക്കും, ചെന്ന് പിടിക്കാൻ നോക്ക്. ഒന്നാമത് താൻ ഒരുപാട് പിൽസ് കഴിക്കുന്നുണ്ട്, വൈകുന്നേരം ഡ്രിങ്ക്സ് കഴിക്കുന്നു എന്നുള്ള കംപ്ലൈന്റ് ഉണ്ട്. ഞാൻ തനിക്ക് റിട്ടയർമെന്റ് കൊടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് നിന്നെ ഫോളോ ചെയ്യാൻ ഓഫീസർമാർ വേണമെന്ന് ചോദിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഡ്യൂട്ടി ഉണ്ട് ചേച്ചി, അതിനനുസരിച്ചുള്ള ആൾക്കാരും വേണം, തനിക്ക് ഈ കേസ് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തേക്കെന്നും പറഞ്ഞ് ചീഫ് അവൾ പറയുന്നൊന്നും കാര്യമാക്കാതെ വിടും. പെണ്ണും വേറെ വഴിയില്ലാതെ സഹായമൊന്നും കിട്ടാത്തതുകൊണ്ട് തിരിച്ചു വരുന്നു. ഈ സമയത്ത് നമ്മുടെ അസിസ്റ്റന്റ് പയ്യനില്ലേ പോലീസുകാരൻ, അയാൾ ഓരോരുത്തരെയും വിളിച്ച് ഇതുപോലുള്ള കൊലപാതകങ്ങൾ നടന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നുണ്ടാവും. കുറച്ചൊക്കെ കിട്ടി. അവിടുന്ന് കട്ട് ചെയ്താൽ നമ്മുടെ പച്ചമരുന്ന് വൈദ്യൻ ഒരു ഗ്രേ കളർ കാറിൽ കയ്യിലൊരു സൂട്ട് കേസ് പെട്ടിയുമായി നേരത്തെ കണ്ട ചേച്ചിയല്ലേ, കാഫ്റ്റീരിയയിൽ കണ്ട ചേച്ചി, ആ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. ഈ ചേച്ചിയുടെ മകളെയാണ് നമ്മൾ ആ പ്ലേ ഗ്രൗണ്ടിൽ ബോധം കെട്ട് വീണ് കണ്ടത്. ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് പറയും. വരൂന്ന് പറഞ്ഞ് ചേച്ചി വിളിച്ചോണ്ട് പോകുന്നു. ഈ കുഞ്ഞായിരുന്നു ബോധം കെട്ട് വീണത്. വൈദ്യൻ കുഞ്ഞിന്റെ വായൊക്കെ തുറന്ന് നോക്കിയിട്ട്, പേടിക്കണ്ട മോളെ, ഈ ചായ കുടിച്ചാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അയാളുടെ പച്ചമരുന്ന് ചുടുവെള്ളത്തിയിട്ട് ഒരെണ്ണം ആ കൊച്ചിനും കൊടുക്കും, ഒരെണ്ണം ഇയാളും കുടിക്കും. കൊച്ചാണെങ്കിൽ അത് മണത്ത് നോക്കിയിട്ട്, ഇതിന് ഭയങ്കര ദുർഗന്ധം, എനിക്ക് കുടിക്കാൻ പറ്റില്ല, കയ്പായിരിക്കും, എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പൊ ഇയാള്, എന്നാ പിന്നെ കുറച്ച് തേൻ ഒഴിച്ചു തരാം, മോള് കഴിച്ചു നോക്ക്, നല്ലതാണ്, അമ്മ പോയി തേൻ എടുത്തിട്ട് വായോന്ന് പറഞ്ഞ് ഇയാൾ അമ്മയെ പറഞ്ഞോടും. അമ്മ പോയി കഴിയുമ്പം ഈ കുഞ്ഞ് ചോദിക്കുകയാണ്, അങ്കിളെ ഞാൻ മരിക്കാൻ പോവാണോന്ന്. അപ്പൊ അങ്കിള് പറയും, നമ്മളെല്ലാവരും മരിക്കും മോളെ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള നമ്മളെല്ലാവരും മരിക്കും, പക്ഷെ നമ്മൾ എങ്ങനെ ജീവിച്ചു, എങ്ങനെയാണ് മരിച്ചത്, അതിനാണൊരു അർത്ഥം വേണ്ടത്. അത് നല്ലൊരു വാക്യാണ്. പലപ്പോഴും നമ്മൾ മരിക്കുന്ന ആൾക്കാരാണെന്ന് മറന്നു പോകാറുണ്ട്. നമ്മളെല്ലാവരും ചാകും, ഡെഡും ഒരു ദിവസം, പക്ഷെ അതിനെക്കുറിച്ച് ഓർക്കാറേയില്ല. നാളെ കാലത്ത് നിങ്ങളൊരു നന്മ ചെയ്യണം. അപ്പോൾ ഒരു 2 വർഷം കൂടെ എക്സ്ട്രാ കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സംഭവിക്കും. ദൈവവിളിയുണ്ട് എനിക്ക്. മോളുടെ രോഗം ഭേദാകും, ഒരു വേദനയും ഉണ്ടാവില്ല, മോളി ചായ കുടിച്ചാൽ മതി, കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഇയാൾ നിർബന്ധിച്ച് കൊച്ചിനെ കൊണ്ട് ചായ കുടിപ്പിക്കുകയാണ്. നല്ല കയ്പായിരിക്കും, എന്നാലും രോഗം ഭേദാവട്ടെ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ പെട്ടെന്ന് കുഞ്ഞിന്റെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് അമർത്താൻ തുടങ്ങും. ഈ സീൻ കണ്ട് ഞാൻ ആടിപ്പോയി. ദൈവമേ, ഇയാൾ എന്താ കുഞ്ഞിനെ ചെയ്യണേന്ന്. പെട്ടെന്ന് കട്ട് ചെയ്തു. എന്താ സംഭവിച്ചെന്നുള്ളത് കാണിച്ചില്ല. ആ നേരം ഹീറോയിൻ നേരത്തെ മരിച്ച അമ്മച്ചിയില്ലേ, ആ അമ്മച്ചിയുടെ മകനെ ചെന്ന് കാണാണ്, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടുമെന്നറിയാൻ. പുള്ളിക്കാരൻ പറയും, അമ്മച്ചി അങ്ങനെ സംശയാസ്പദമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, അമ്മയ്ക്കൊരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ട്, അതുവഴി ചില ഭക്തിസാന്ദ്രമായ കാര്യങ്ങൾ, ബൈബിളോ കുരിശോ ഇതൊക്കെ വാങ്ങിക്കാറുണ്ട്, അല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. അമ്മ തീരെ സുഖമില്ലാത്ത അവസ്ഥയിലായിരുന്നു, ട്രീറ്റ്മെന്റിലായിരുന്നു. അവർ തന്റെ മരണവും കാത്തിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. നടന്നത് നല്ലതാണോ ചീത്തതാണോ എന്ന് പോലും എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എല്ലാത്തിനു പുറകിലും വിധിയായിരിക്കും എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ പോകും. അന്ന് വൈകിട്ട് ആ ചെറിയ അസിസ്റ്റന്റ് പയ്യൻ കുറച്ച് ഫയലുകളുമായിട്ട് ഹീറോയിനെ വന്ന് കാണുന്നു. അതെല്ലാം ഈ പരിസര പ്രദേശങ്ങളിൽ ഇതുപോലെ തുറന്ന് മരിച്ച ആൾക്കാരുടെ വിവരങ്ങളാണ്. ഒരു 2-3 പേരുണ്ട്, ആഡ്രിയൻ, കേരി ഡിവാർ, പിന്നെ ഉൾമാൻ. ഇവരെല്ലാവരും ഇതുപോലെ ബ്രൂട്ടലായി കൊല ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു. അവരുടെ എല്ലാം തുറന്നിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ ഫയല് കൊടുത്തു കഴിഞ്ഞ് ഇവരോടൊപ്പം ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഹീറോയിന്റെ അമ്മ ചോദിക്കുക, എന്തുകൊണ്ടാണ് നീ ഈ കുഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വന്നത്, മറ്റ് സ്ഥലമൊന്നും ഇല്ലായിരുന്നോ, എന്തേ ഇവിടെ ചൂസ് ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ ആ ചെറിയ പോലീസുകാരൻ പറയും, കഴിഞ്ഞ വർഷം എന്റെ പാർട്ട്ണർ മരണപ്പെട്ടു, പിന്നെയും ആ ടൗണിൽ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവരവനെ സമാധാനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് കാണിക്കുന്നത്, ഇവർ ആ മരണപ്പെട്ട ആൾക്കാരുടെ എല്ലാം ഫോട്ടോ വലിയ സ്ക്രീനിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഇട്ട് നോക്കും. ഇതിങ്ങനെ മാറി മാറി ഇട്ട് നോക്കുമ്പോൾ ഓരോരുത്തരും ഓരോ അക്ഷരങ്ങൾ പറയുന്നത് പോലെയാണ് ഫീൽ ചെയ്യുക. എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ, എന്തോ ഒരു വാക്ക് പറയുന്നത് പോലെ, തിരിച്ചിട്ടും മറിച്ചിട്ടും മനസ്സിലാവുന്നില്ല. അപ്പൊ ഹീറോയിൻ ആദ്യ കൊലപാതകം നടക്കുന്നത് വെസ്റ്റ് നിന്നാണ്, എന്നിട്ട് ഓരോന്നായി ഈസ്റ്റിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നടന്ന കൊലപാതകം ടു ഇപ്പൊ അവസാനം നടന്ന കൊലപാതകം, അതുവരെയുള്ള ഫോട്ടോകൾ നിരത്തി അത് ഫോർവേഡ് ചെയ്ത് നോക്കൂ.
അപ്പം എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഒരു വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്കിട്ട് ആൾക്കാരെ നിരത്തി ഓടിച്ചു നോക്കുമ്പോൾ ലൈബീറ എന്ന് പറയുന്ന ഒരു വാക്ക് കിട്ടും. അതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓരോരുത്തരും വായനക്കി എല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ കിട്ടുന്നത് ലൈബീറ എന്ന വാക്കാണ്. ആ വാക്ക് ഇംഗ്ലീഷ് അല്ല, ലാറ്റിനാണ്. എന്തുകൊണ്ടായിരിക്കും ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവുക? ഹീറോയിനും ആലോചിച്ച് നോക്കും. ഓരോ മരണപ്പെട്ട ആൾക്കാരുടെയും ഫോട്ടോയും വിവരങ്ങളും തിരിച്ചും മറച്ചും നോക്കുമ്പോൾ ഹീറോയിനൊരു കാര്യം പിടികിട്ടും. ഇവരെല്ലാം കാത്തലിക്സ് ആണ്, ക്രിസ്തീയത വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ, കത്തോലിക്കൻ വിശ്വാസമുള്ളവർ, അതീവ വിശ്വാസമുള്ളവർ. പറഞ്ഞിരിക്കുന്നത് ഒരു ലാറ്റിൻ വേർഡ് തന്നെയാണ്. ഹീറോയിൻ അതൊരു പേപ്പറിലേക്ക് എഴുതി നേരെ അടുത്തുള്ള ചർച്ചിൽ ചെന്ന് അവിടുത്തെ ഫാദറോട് ഇതിനർത്ഥം എന്താന്ന് ചോദിക്കും. ആ ഫാദർ ചെറുപ്രായമുള്ള ചെറുപ്പക്കാരനാണ്. പുള്ളിക്കാരൻ ഞാനിതെവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ യഥാർത്ഥ മീനിങ് എനിക്കറിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഫാദർ പ്രൈസിനെ ചെന്ന് കണ്ടുകൂടാ? അങ്ങേർക്ക് ഈ ലാറ്റിൻ ഭാഷയെക്കുറിച്ച് ഒന്നുകൂടെ കാര്യമായ അറിവുണ്ട്. നിങ്ങൾ ചെന്ന് അദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞ് ഒരു മുത്തപ്പൻ പ്രീസ്റ്റിന്റെ അടുത്തേക്ക് ഇങ്ങേര് പറഞ്ഞു വിടുന്നു. ഫാദർ പ്രൈസ് നമ്മുടെ നോ കൺട്രി ഫോർ ഓൾഡ് മെനിലെ വില്ലനാണ് പുള്ളി. ഇതിൽ നല്ല മുത്തപ്പന്റെ വേഷം, എല്ലാ വേഷവും ഭംഗിയായിട്ട് ചെയ്യൂട്ടോ, വലിയ ആക്ടറാ. ഹീറോയിൻ ഫാദറെ ചെന്ന് കാണുന്നു. ഫാദർ പറയും, ഞാൻ പണ്ടൊരു ഓർഫനേജ് നടത്തിയിരുന്നതാണ്, ഇപ്പം കുട്ടികളെ വളർത്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എനിക്ക്, അതുകൊണ്ട് നിർത്തി. മോൾ എന്തിനാ വന്നിരിക്കുന്നത്? ചർച്ചിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഹീറോയിൻ പറയും, കുഴപ്പമൊന്നുമില്ല ഫാദർ, ഞാനൊരു ലാറ്റിൻ വേർഡിൻ്റെ അർത്ഥം കണ്ടുപിടിക്കാൻ വേണ്ടി വന്ന. അവൾ ആ പേപ്പർ കൊടുക്കും. ലിബറ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഫാദർ പറയും, അതൊരു പഴയ ലാറ്റിൻ കാത്തലിക് വേർഡാ. സെറ്റ് ദം ഫ്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. അവരെ സ്വതന്ത്രമാക്കുക. ജീസസിന്റെ 12 അപ്പസ്തോലന്മാരല്ലേ, അവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ വേർഡ്. ഈ വാക്ക് ആരോടാണോ പറയുന്നത് അവർ തന്നെ സാക്രിഫൈസായി ദൈവത്തിന് നൽകുന്നു. ആരെയാണോ ഉയർത്തെഴുന്നേൽപ്പിക്കേണ്ടത് അയാൾക്ക് വേണ്ടി ഇവർ തന്നെ സാക്രിഫൈസ് ആയിട്ട് നൽകുന്നു. എ പ്രെയർ ഓഫ് റിസറക്ഷൻ, അതാണ് ലിബറ. ഹീറോയിൻ ചോദിക്കും, ഈ പ്രെയർ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ഫാദർ പറയും, 12 വില്ലിംഗ് സോൾസ്, 12 പേര് തൻ്റെ ആത്മാക്കളെ ത്യാഗം ചെയ്യണം. അങ്ങനെ ത്യാഗം ചെയ്താൽ ആരെയാണോ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ മരണത്തിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് വരും. അതാണ് ഈ പ്രെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹീറോയിൻ ചിരിച്ചുകൊണ്ട് ചോദിക്കും, ഫാദർ നിങ്ങൾ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ ഫാദർ പറയാണ്, അതെ, ഒരു കാലത്ത് ഞാൻ വിശ്വസിച്ചിരുന്നു, പക്ഷെ അത് തെറ്റാണെന്ന് പിന്നീട് തോന്നി. കാലം മാറി, വിശ്വാസവും മാറി. 1500 വർഷങ്ങൾക്ക് മുന്നേ വിശ്വസിച്ചിരുന്നൊരു കാര്യമാണത്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് നീ ഇത് മനസ്സിലാക്കി കണ്ടുപിടിച്ച് എന്നോട് ചോദിച്ചല്ലോ, അതെങ്ങനെയാണ് പറ്റിയ കുഞ്ഞേ എന്ന് ഫാദർ ചോദിക്കും. അപ്പോൾ ഹീറോയിൻ പറയാണ്, ഞാനല്ല ഇത് കണ്ടുപിടിച്ചത്, മറ്റൊരാളാണ്. അയാൾ ആരാണെന്നാണ് എനിക്കറിയേണ്ടത്. ഫാദർ ഞെട്ടും, പുള്ളിക്കൊന്നും മനസ്സിലാവില്ല. അത് കഴിഞ്ഞ് ഹീറോയിൻ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മ ചെയറിലിങ്ങനെ അനക്കമില്ലാത്ത അവസ്ഥയിലിരിക്കുകയാണ്. ഒരു സെക്കൻഡ് എൻ്റെ നെഞ്ച് കാളിപ്പോയി. ഈ സംവിധായകൻ ഇത്തിരി രോഗം പിടിച്ച ഒരു മനുഷ്യനാണ്. ആളെ പേടിപ്പിക്കാനായിട്ട് ആ അമ്മച്ചി കിടന്നുറങ്ങിയതായിരുന്നു. പുറകെ ക്യാമറയും വെച്ച് ആളെ പേടിപ്പിച്ചു. എന്തായാലും അമ്മച്ചിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിറ്റേന്ന് ആദ്യം ഇവർക്ക് മരണപ്പെട്ട് കിട്ടിയില്ലേ പോലീസുകാർക്ക്, ആ അമ്മച്ചി ഓൺലൈനിൽ നിന്നും ഒരു ഗോൾഡ് ക്രോസ് വാങ്ങിച്ചിരുന്നു. അത് ഡെലിവർ ആയിട്ടില്ല. ഡെലിവർ ആവാത്തതുകൊണ്ട് അത് അയച്ച സ്ഥലത്തേക്ക് തന്നെ റിട്ടേൺ പോയി. ആ റിട്ടേൺ പോയ അഡ്രസ്സ് പോലീസുകാരന് കിട്ടിയിട്ടുണ്ട്. ജെയിൻ ബക്ക് എന്നൊരാൾ പോർട്ട് ഹാഡിയിലുള്ള ആ അഡ്രസ്സിലേക്കാണ് പോയിരിക്കുന്നത്. അമ്മച്ചിയുടെ മകനോട് ചോദിച്ചപ്പം മകൻ അങ്ങനെയുള്ള ഒരാളെ അറിയില്ല. ഈ പോസ്റ്റ് ഓഫീസിൽ വിളിച്ച് ചോദിച്ചപ്പം അവർ യഥാർത്ഥ അഡ്രസ്സ് പറഞ്ഞു തരുന്നില്ല. ഇവൻ ആ പേരും വിവരങ്ങളും വെച്ച് സെർച്ച് ചെയ്തപ്പം ആ പോസ്റ്റ് ബോക്സിനടുത്ത് ഈ ജെയിൻ എന്ന് പേരുള്ള ആളുടെ വീടുണ്ട്, ഒരു 10 മൈൽ അപ്പുറം. ആ വീട്ടിലെ നമ്പർ കിട്ടിയിട്ടുണ്ടെന്ന് ഈ ചെറിയ പോലീസുകാരൻ പറയും. ഹീറോയിൻ ഉടനെ ആ നമ്പറിലേക്ക് വിളിക്കാൻ പറയാണ്. പോലീസുകാരൻ വിളിച്ച് നിങ്ങൾക്ക് ഡീലിയ ചാൻഡലറിനെ അറിയുമോ എന്ന് ചോദിക്കും. അപ്പുറത്തൊരു ലേഡിയാണ് ഫോൺ എടുക്കുക. ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ലേഡി കോള് കട്ട് ചെയ്യുന്നു. ചെറിയ പോലീസ്, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ, ഞാൻ നേരിട്ട് ചെന്ന് അന്വേഷിക്കാമെന്ന് പറയും. കുറച്ചധികം ദൂരം പോകാനുണ്ട്, ഫ്ലൈറ്റ് എടുത്ത് വേണം പോകാൻ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അത്രയും പണമില്ല, പിന്നെ എങ്ങനെയാണ് പോകാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാരന് അവൻ്റെ അമ്മ ക്രിസ്മസിന് കൊടുത്ത ചില എയർ മൈൽസ് ഉണ്ട്, അത് ഉപയോഗിച്ച് അവന് പോകാം, ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറയും പുള്ളി. ഹീറോയിൻ പെർമിഷൻ കൊടുക്കും. അപ്പോഴാണ് ബഡ്ഡി പോലീസുകാരൻ ഇവരെ സെർച്ച് ചെയ്യുന്നത് പോലത്തെ ആ ഗ്രേ സെഡാൻ കാറില്ലേ, അതുപോലത്തെ ഒരു കാറിന് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഫൈൻ, നോ പാർക്കിങ്ങിൽ ഫൈൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തെ ഏതോ ഒരു വീട്ടിലേക്ക് ഈ പുള്ളി വിസിറ്റിംഗ് നടത്തിയിട്ടുണ്ടാവണം. അവിടെ ചെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ ആ നോ പാർക്കിംഗ് സ്പോട്ടിലേക്ക് ചെന്ന് അവിടെ പരിസരത്തുള്ള വീടുകളിൽ അന്വേഷിക്കും. ഇങ്ങനെയുള്ള ഒരാളെ അറിയുമോ എന്ന രീതിയിൽ. അങ്ങനെ അന്വേഷിച്ച് ഇവർ നേരെ നമ്മുടെ കാഫ്റ്റീരിയയിലെ ചേച്ചിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവർ പറയും, അതെനിക്കറിയാം, ഒരു ദിവസം ഇങ്ങനെ കാഫ്റ്റീരിയയിൽ വന്നിരുന്നു, ടോളാണ്, തിന്നാണ്, ഒരു സൂട്ട് കേസ് ബാഗ് ഉണ്ടായിരുന്നു കയ്യിൽ, കാണാൻ പ്രീസ്റ്റിന്റെ ലുക്ക്, നല്ല മര്യാദക്കാരനാ. എൻ്റെ കുഞ്ഞിന് സുഖമില്ലാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അയാൾ
കഴിക്കുന്ന അതേപോലത്തെ ഒരു ടീ എൻ്റെ മോൾക്കും അയാൾ കൊടുത്തു. ഞാൻ ഹണി എടുത്ത് തിരിച്ചു പോകുമ്പോൾ കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നു. ഉണരുമ്പോൾ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പോയി. ഞാൻ കുറേ സമയം വെയിറ്റ് ചെയ്തു. കുഞ്ഞ് എഴുന്നേറ്റ ഉടനെ അവൾ ഛർദ്ദിക്കാൻ തുടങ്ങി. ഞാൻ പേടിച്ച് അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവർ MRI ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കുഞ്ഞിൻ്റെ തലയിലെ ട്യൂമർ മാറിപ്പോയിരിക്കുന്നു. ഇപ്പോൾ അവൾ ഫുള്ളി റിക്കവേർഡാണ്. എനിക്ക് തന്നെ അതിശയമായിരിക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചെന്നറിയില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോയിനും ആ പോലീസുകാരനും ഞെട്ടും. ഇതെന്താപ്പാ ഇങ്ങനെ സംഭവിച്ചത്? പട്ടി പോലീസുകാരൻ ഹീറോയിനോട് പറയാണ്, ഒരു കൊലപാതകി കൊലയാണ് ചെയ്യുക, അല്ലാതെ രക്ഷപ്പെടുത്തല്ല. അപ്പൊ ഹീറോയിൻ, ജീസസ് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി, പുനർജീവിപ്പിച്ചു. അത് മിറാക്കിൾസിലുള്ളതാ. അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം അയാൾ ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് കുഞ്ഞുമോള് വരിക. കുഞ്ഞുകുട്ടി ഈ പോലീസുകാരോട് പറയും, ആ അങ്കിളുടെ പേര് സൈമൺ ആണ്. സൈമൺ എന്നെ തേടി പോലീസുകാർ വരും എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അയാളെ തേടി പോലീസുകാർ വരുമെന്ന് ഈ കൊച്ചിനോട് പറഞ്ഞിരുന്നു അത്രേ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അയാളൊരു ബാഡ് പേഴ്സൺ അല്ല, നല്ല മനുഷ്യനാ. എനിക്കറിയാം. എനിക്കൊരു പാട്ട് വരെ പുള്ളി പഠിപ്പിച്ചു തന്നു. അത് ശരി, മോളിപ്പോൾ ഹാപ്പിയാണല്ലോ. ആൻറ്റിക്ക് സൈമൺ അങ്കിളെ കണ്ടാൽ മതി, ഞങ്ങൾ ഉപദ്രവിക്കൊന്നുമില്ല, കാണാൻ വേണ്ടി മാത്രമാണെന്നും പറഞ്ഞ് ഹീറോയിനും പട്ടി പോലീസും അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ നേരം അയൽനാട്ടിലേക്ക് പോയില്ലേ നമ്മുടെ കുഞ്ഞു പോലീസുകാരൻ അസിസ്റ്റന്റ്, അയാൾ ഏതോ ഒരു ലേഡിയെ ഫോൺ ചെയ്തിരുന്നു. ഈ അമ്മച്ചിക്ക് കുരിശ് അയച്ചു കൊടുത്ത ഏതോ ഒരു ലേഡി. ആ ലേഡിയുടെ വീടിന് ഫ്രണ്ടിൽ ചെന്ന് ഇയാൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ ആ ലേഡി അവരെ ട്രക്ക് എടുത്ത് കാടിനകത്തേക്ക് വണ്ടി ഓടിച്ചു പോകുന്നു. ഇങ്ങേരും പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ ഹീറോയിന് മരിച്ച ആൾക്കാരുടെ എല്ലാം ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടുക. അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ, അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മരണപ്പെട്ട എല്ലാവർക്കും പലതരം മാരകമായ രോഗങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ജീവനും മരണത്തിനും ഇടയിൽ പോരാടിക്കൊണ്ടിരിക്കുക. ഏകദേശം മരിക്കേണ്ട അവസ്ഥയിലാണ് എല്ലാവരും. ഹീറോയിൻ ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി റൂബി മാർഷൽ എന്ന് പറഞ്ഞ് നേരത്തെ മരിച്ച ഒരു ലേഡിയുടെ വീട്ടിലേക്ക് വിളിച്ച് അവർക്ക് എന്തെങ്കിലും അപാരമായ മാരകമായ രോഗമുണ്ടോ എന്ന് ചോദിക്കും. അവർക്കും ഉണ്ടായിരുന്നു. സോ മരിച്ച എല്ലാവർക്കും മാരകമായ രോഗം ഉണ്ടായിരുന്നു. ഈ നേരത്ത് നമ്മുടെ കുഞ്ഞു പോലീസുകാരൻ ആ ലേഡിയെ ഫോളോ ചെയ്ത് കാടിനകത്ത് അവരൊരു ടെന്റ് ഹൗസിലേക്ക് പോകുന്ന കാണും. ഇയാളെ കണ്ട്, താൻ ആരോടോ, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, ഇങ്ങോട്ട് വരാൻ പാടില്ല എന്നാ ലേഡി പറയുമ്പോൾ കുഞ്ഞു പോലീസ് അവൻ്റെ ബാഡ്ജ് കാണിച്ചു കൊടുത്ത്, ഞാൻ പോലീസുകാരനാ, നിങ്ങളെ ശല്യം ചെയ്യാൻ വന്നതല്ല, എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. ഈ ടെന്റ് ഹൗസിനകത്ത് എന്താണെന്ന് പറയൂ, അതറിഞ്ഞാൽ ഞാൻ പോയിക്കോളാം. അപ്പം ആ ലേഡി പറയും, ഈ ടെന്റ് ഹൗസിനകത്ത് ഗിഫ്റ്റാണ്, അപ്പസ്തോലന്മാരുടെ ഗിഫ്റ്റ്. അപ്പസ്തോലന്മാരുടെ ഗിഫ്റ്റോ? മാറി നിൽക്കൂ, എനിക്ക് പരിശോധിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ തോക്ക് കാണിച്ച് ആ ലേഡിയെ മാറ്റി നിർത്തിയിട്ട് ഈ ടെന്റ് ഹൗസിനകത്തേക്ക് കടക്കും. അപ്പം അവിടെ ക്രിസ്തീയ സംബന്ധമായ പല സാധനങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ പഴയൊരു ഫോട്ടോ, ഒരു ഫാദർ, പിന്നെ ഒരു നൺ, 4-5 ഓർഫൻ പിള്ളേരും. ഇതെല്ലാം കണ്ട് അങ്ങേര് ഫോട്ടോ എടുത്ത് അകത്ത മുറിയിലേക്ക് കയറുമ്പോൾ അവിടെ ഒരു ബോഡി കിടക്കുന്നു, മരിച്ച ആളുടെ ശവശരീരം. അത് അഴുകി പോകാതിരിക്കാൻ എന്തോ ഒരു ലിക്വിഡ് ശരീരം മുഴുവൻ പുരട്ടിയിട്ടുണ്ട്. ഭയങ്കര സ്മെല്ലാത്. ഇത് കണ്ട് കുഞ്ഞു പോലീസ് പേടിക്കുകയും അതേസമയം ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ ആ ഫോട്ടോയും എടുത്ത് മൂക്ക് പൊത്തിപ്പിടിച്ച് വെളിയിലേക്ക് ഓടി വരുമ്പോൾ നേരത്തെ കണ്ട ലേഡി അവിടെ ഉണ്ടാവില്ല. അവരെങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ഇവൻ ഉടനെ കണ്ട വിവരങ്ങളെല്ലാം ഹീറോയിനെ വിളിച്ച് പറയുന്നു. ഒരു ബോഡിയുണ്ട്, അത് ഫോർമൽ ഡിഹൈഡ് ഉപയോഗിച്ച് അഴുകാതെ സൂക്ഷിച്ചിരിക്കുക. അവിടെ കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പൊ ഹീറോയിൻ പറയും, നീ എന്തായാലും അത്രയും ദൂരം പോയതല്ലേ, ഈ വിവരം ഉടനെ ലോക്കൽ പോലീസിനെ അറിയിക്കണ്ട, നമ്മൾ അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാൽ മതി. അവിടെ അടുത്തുള്ള ഗ്രാമം മോൺട്രിയലിലേക്ക് നീ പോകണം. പോകുന്ന വഴി നീ എങ്ങോട്ടാണ് കറക്റ്റായിട്ട് എത്തേണ്ടതെന്നുള്ള അഡ്രസ്സ് ഞാൻ പറയാം. ഈ കില്ലർ നെക്സ്റ്റ് പോകുന്നത് മോൺട്രിയലിലേക്കാണ്. കാരണം അയാളുടെ പാത്ത് ഓരോന്നായിട്ട് ഇവർ ഹീറോയിൻ കണക്കൂട്ടി നോക്കുമ്പോൾ നെക്സ്റ്റ് അവൻ പോകാനിരിക്കുന്ന ഗ്രാമം അതാണ് മോൺട്രിയൽ. അവൻ അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ പട്ടി പോലീസുകാരൻ, നമ്മൾ ഇത്രയും റിസ്ക് എടുക്കാൻ പാടില്ല, അവൻ ചെറിയ പയ്യന, അവൻ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഹീറോയിൻ പറയും, ഒന്നും സംഭവിക്കില്ല, അവൻ പോലീസുകാരനല്ലേ, അവൻ കൈകാര്യം ചെയ്തോളും എന്ന് പറയാണ്. ഈ നേരത്ത് നമ്മുടെ കില്ലർ വൈദ്യൻ അങ്ങേര് നെറ്റിലൂടെ മരിച്ച ആൾക്കാരുടെ വിവരങ്ങളും അതിനൊപ്പം നെക്സ്റ്റ് കൊല്ലാനിരിക്കുന്ന ഏതോ ഒരാളുടെ വിവരങ്ങളും ശേഖരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനും വഡി പോലീസുകാരനും ആദ്യം ഇവർ കണ്ടെടുത്ത ബോഡിയില്ലേ, ആ അമ്മച്ചിയുടെ വീട്ടിലേക്ക് പോവാണ്. അവിടുന്ന് ഹീറോയിൻ പറയും, മരിച്ച അമ്മച്ചി നല്ല വസ്ത്രമിട്ട് ഒരുങ്ങിയാണെന്ന് ആരെയോ കാത്തിരിക്കുന്നത് പോലെ ഇരുന്നത്, കാർപ്പറ്റ് വരെ ക്ലീൻ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കൊലയാളിയെ ഈ അമ്മച്ചി കാത്തിരുന്നിരിക്കണം. ഞാൻ നടത്തിയ റിസർച്ച് അനുസരിച്ച് മരണത്തിന് തയ്യാറായിട്ടായിരുന്നിരിക്കണം ഈ അമ്മച്ചി അയാളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക. താൻ ആ മാരക രോഗം കൊണ്ട് മരിക്കുമെന്ന് ഉറപ്പായപ്പോൾ ആ മരണം വിശുദ്ധീകരിക്കാൻ വേണ്ടി ഈ അമ്മച്ചി വിളിച്ചു വരുത്തിയതായിരിക്കണം. പിന്നെ നമ്മൾ കാണുമ്പോൾ ബ്രൂട്ടലായിട്ട് നടന്ന കൊലപാതകം പോലെ അയാൾ ക്രിയേറ്റ് ചെയ്താണ് നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി. അതാണ് യാഥാർത്ഥ്യം എന്ന് ഹീറോയിൻ പറയും. അപ്പോൾ ഈ പോലീസുകാരൻ അമ്മച്ചിയുടെ മെയിൽ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതിൽ മസാക് ഫെയ്ത്ത് ഫോർ ഡൈയിങ് എന്നൊരു അഡ്രസ് മെയിലിലേക്ക് ഈ അമ്മച്ചി അവസാനമായിട്ട് എന്തോ മെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല. faithfordying.com അങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്. ഇപ്പോൾ 9 പേരെ അയാൾ കൊന്നു കഴിഞ്ഞു. 12 അപ്പസ്തോലന്മാരാവണമെങ്കിൽ ഇനിയും 3 പേര് ബാക്കിയുണ്ട്.
ഈ ഫെയ്ത്ത് ഫോർ ഡൈയിങ് എന്ന സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അയാളുടെ വിക്ടിംസിനെ കണ്ടുപിടിക്കുന്നത്. കാരണം മരിക്കുമെന്ന് ഉറപ്പായ പലരും തന്റെ മരണം വിശുദ്ധീകരിക്കാൻ വേണ്ടി വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് കില്ലർ ആൾക്കാരെ പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ അവസാനമായി ടമറ എന്ന് പറയുന്ന ആളെയാണ് കില്ലർ കാണാൻ പോകുന്നത്. പുള്ളിക്കാരി അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ സൈറ്റ് തന്നെ ഹീറോയിനും അവളുടെ അസിസ്റ്റന്റ് ലേഡിയും കൂടെ ഹാക്ക് ചെയ്ത് അതിലെ മെസ്സേജുകൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഈ അവസാനമായിട്ട് അയച്ച അമ്മച്ചി തന്റെ മരണത്തിന് വേണ്ടി അയച്ച അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അതിനകത്ത് അവർ കാണും. ആ അഡ്രസ്സ് എടുത്ത് ഹീറോയിൻ നമ്മുടെ കുഞ്ഞു പോലീസുകാരന് അയച്ചു കൊടുക്കുന്നു. എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുക, അവിടെ കില്ലർ ആ വീട്ടുടമസ്ഥയെ കൊല്ലാൻ വേണ്ടി പോയിട്ടുണ്ടാവണം. ഇവർ വിചാരിച്ചത് സത്യമായിരുന്നു. ആ അഡ്രസ്സിലെ ലേഡിയെ കില്ലർ കൊല്ലാൻ വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ ഒരു ടാറ്റു കാണും. അങ്ങോട്ട് ചൂടുവെള്ളം ഒഴിച്ച് പൊള്ളിച്ചിട്ടാണ് ഇയാൾ ആ ലേഡിയെ കൊല്ലുന്നത്. പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ കഴിയില്ല. ത്രോട്ടിലാണ് ക്യാൻസർ വന്നിരിക്കുന്നത്. ഏകദേശം ചികിത്സയെല്ലാം ഫെയിലിയറായി മരിക്കാനുള്ള അവസ്ഥയിലായിരുന്നു. ഇപ്പൊ കുഞ്ഞു പോലീസ് ആ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അവൻ കോളിലൂടെ നമ്മുടെ ഹീറോയിനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ വീടിന് ഫ്രണ്ടിൽ ആരും ഉള്ളതായിട്ട് കാണുന്നില്ല. ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇയാൾ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചു നോക്കും. ആരും തുറക്കുന്നില്ല. വീടിന്റെ വിൻഡോയിൽ കൂടെ അകത്ത് എന്താണ് സംഭവം നടക്കുന്നതെന്ന് നോക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കാൻ പറയുമ്പോൾ ഇയാൾ അകത്തേക്ക് എത്തി നോക്കും. മുറി നിറച്ചും രക്തം മാത്രം. പേടിച്ച് ഞാൻ തിരിച്ചു പോട്ടെ ചോദിക്കുമ്പോൾ ഇല്ല, നീ പിൻവാതിൽ വഴി അകത്ത് കയറി നോക്കുമെന്ന് പറയും ഹീറോയിൻ. പക്ഷെ ബഡ്ഡി പോലീസുകാരൻ സമ്മതിക്കുന്നില്ല. ആ കില്ലറെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ചെറുക്കനെ അവൻ കൊന്നുകളയും, സൂക്ഷിക്കൂ എന്ന് പറയുന്നുണ്ട്. അതേ സമയത്ത് കില്ലർ നമ്മുടെ കുഞ്ഞു പോലീസ് ചെറുക്കൻ്റെ കഴുത്തിലേക്ക് സിറിഞ്ച് കുത്തി കയറ്റി കഴിഞ്ഞു. എന്നിട്ട് അയാൾ ഈ ഫോൺ തട്ടി വാങ്ങി ഹീറോയിനോട് സംസാരിക്കും. ഹലോ ഹേസൽ. ഹീറോയിൻ ഷോക്കായിട്ട് ചോദിക്കുകയാണ് താൻ ആരാണെന്ന്. അയാൾ പറയും ഞാൻ ആരാണെന്ന് നിനക്കറിയാം, അതുകൊണ്ടാണല്ലോ നീ ഈ പാവം പെണ്ണെ എന്നെയും തേടി അയച്ചത്. ഉടനെ ഹീറോയിൻ ദേഷ്യപ്പെടാണ്. ചെറുക്കൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ കൊന്നുകളയും. കില്ലർ പറയും ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. അവൻ ഒരുപാട് ഓടി ഓടി ടയേർഡായിപ്പോയി. ഞാൻ ചില ഉറക്കമരുന്ന് കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരം ഉറങ്ങിക്കിടന്ന് അവൻ എഴുന്നേറ്റോളും. എന്നെ തടയാൻ നോക്കണ്ട ഹേസൽ, നിനക്കൊരു പാക്കേജ് ലഭിച്ചിട്ടുണ്ട്, അത് കണ്ടു നോക്ക്, നിനക്കെല്ലാം മനസ്സിലാവുമെന്ന് പറയും പുള്ളി. അങ്ങനെ കോള് കട്ടാവുന്നു. കോള് കട്ടായി കഴിയുമ്പം ആ കുഞ്ഞു പോലീസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ബഡ്ഡി പോലീസുകാരൻ അവിടുത്തെ ലോക്കൽ പോലീസിനെ വിളിക്കും. ഒപ്പം ഹീറോയിനെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. അനാവശ്യമായ തീരുമാനം എടുത്തുകൊണ്ട് ഹീറോയിനാണെങ്കിൽ ആകെ തല പുകഞ്ഞ് അവസാനം ആ വന്ന പാക്കേജ് എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനകത്തുണ്ടായിരുന്ന CD പ്ലേ ചെയ്ത് നോക്കും. അപ്പം അതിലൊരു അമ്മച്ചി, ഞാൻ എൻ്റെ ജീവിതം വളരെ സന്തോഷപൂർണ്ണമാണ് ജീവിച്ചത്, പക്ഷെ ഇപ്പോൾ ഈ ശരീരം കൊണ്ട് എനിക്ക് നടക്കാൻ വയ്യ, എനിക്കിങ്ങനെയല്ല ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ ഭർത്താവുമായിട്ട് സന്തോഷത്തിലായിരുന്നു, എൻ്റെ മോളുമായിട്ട്, എൻ്റെ കൊച്ചുപിള്ളയുമായിട്ട് വളരെ വൃത്തിയുള്ള ഭംഗിയുള്ള ജീവിതമാണ് ഞാൻ നയിച്ചത്. ഇപ്പം ഞാൻ എൻ്റെ ഈ വയ്യാത്ത ശരീരം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ഇനിയും എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ വയ്യാന്ന് പറഞ്ഞ് അവർ മരണത്തിന് തയ്യാറായി തൻ്റെ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെ ആയിരിക്കും ആ വീഡിയോ പണിതിട്ടുണ്ടാവുക. പക്ഷെ കൊല്ലുന്നൊന്നും കാണിക്കുന്നില്ല. ഇങ്ങനെയുള്ളവരെയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയായിരിക്കും കില്ലർ അത് അയച്ചിട്ടുണ്ടാവുക. ഇപ്പൊ പുള്ളി സിറിഞ്ചും മരുന്നും എടുത്ത് നമ്മുടെ ഫാദർ പ്രൈസിനെ ചെന്ന് കാണുന്നു. അപ്പോഴാണ് കുഞ്ഞു പോലീസുകാരൻ തിരിച്ചിവരെ സ്റ്റേഷനിലേക്ക് എത്തുക. പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ആ ടെന്റ് ഹൗസിൽ നിന്ന് എടുത്ത ഫോട്ടോ അല്ലേ ഫാദറിന്റെയും നണ്ണിന്റെയും ഓർഫനേജ് പിള്ളേരുടെയും, അത് അയാൾ ഹീറോയിന് കാണിച്ചു കൊടുക്കും. ആ ഫോട്ടോ കണ്ട് ഹീറോയിൻ ഞെട്ടാണ്. സംഭവം ഫാദർ പ്രൈസിന്റെ ചെറുപ്പ കാലഘട്ടത്തെ ഫോട്ടോയാണത്, 30 വർഷം മുന്നേ. അപ്പൊ ഈ കില്ലറും ഫാദറുമായിട്ട് ബന്ധമുണ്ട്. ഹീറോയിൻ വിചാരിച്ചത് സത്യമാണ്. കില്ലർ ഫാദറിനെ കാണാൻ വന്നിരിക്കുന്നു. ഫാദർ കില്ലറോട് പറയും ഞാൻ വലിയ തെറ്റ് ചെയ്തു പോയി, ഇതൊന്നും നിനക്ക് പറഞ്ഞു തരാൻ പാടില്ലായിരുന്നു, നീ ഇത് ഈ വഴിയിൽ ഉപയോഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ക്രൈസ്റ്റ് മാത്രമേ മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ പാടുള്ളൂ. സാധാരണ മനുഷ്യരായ നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല, അത് പാപമാണ്. ഇറ്റ്സ് എ സിൻ പീറ്റർ. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുക പോലും അരുത്. ഇതെല്ലാം വിധിയാണ്, അത് അംഗീകരിക്കുക, ഏറ്റെടുക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ കില്ലർ, പീറ്റർ എന്നാണ് പുള്ളിയുടെ പേര്, പീറ്റർ പറയും ഈ പാപം എനിക്ക് മാത്രമാണ് ബാധകം ഫാദർ, നിങ്ങളത് ബാധിക്കുന്നില്ല, നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇത് എന്നോട് കൂടെ അവസാനിക്കട്ടെ. ഇവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ പോലീസുകാർ ചർച്ചിലേക്ക് പാഞ്ഞു വരുന്നുണ്ടാവും. ഇപ്പോൾ പീറ്റർ ഫാദറോട് നിങ്ങളുടെ ശരീരം മുഴുവൻ വേദനിക്കുന്നുണ്ടോ ഫാദർ, ഇനി അതുണ്ടാവില്ല, നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചോളൂ, എല്ലാം അവസാനിക്കുന്നു പറഞ്ഞിട്ട് സിറിഞ്ചും മരുന്നും എടുക്കുന്നുണ്ട്. നമ്മുടെ പോലീസുകാർ ഓടി ഫാദർ അടുത്തേക്ക് എത്തുമ്പോഴേക്കും കില്ലർ ഫാദർ ആ മരുന്ന് കുത്തിവെച്ച് കൊന്നു കഴിഞ്ഞു. ഇവരെ കണ്ണീപ്പെടാതെ അയാൾ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. ഇപ്പൊ ഹീറോയിൻ ബാക്കിയുള്ള പോലീസുകാരെല്ലാം വിളിച്ച് അവിടെ പരിശോധനകളും ഫോറൻസിക് ചെക്കിംഗ് ഒക്കെയാണ്. അപ്പോഴാണ് ആ ചർച്ചിലെ ഒരു ഇടത്തരം വയസ്സുള്ള നണ്ണിനെ ഹീറോയിൻ കാണാം. അവരോട് ചെന്ന് ഈ ഫോട്ടോ, ഹീറോയിന് കിട്ടിയ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇതിൽ ഫാദറെ കൂടെ നിൽക്കുന്ന ആരൊക്കെയാന്ന് ചോദിക്കും. അതെല്ലാം അന്ന് ദത്തെടുത്ത പിള്ളേരാ. അതിലെ മെയിനായ 2 പിള്ളേരുണ്ട്. ഒന്ന് പീറ്റർ, മറ്റൊന്ന് ഗബ്രിയേൽ. 2 പേരും ജ്യേഷ്ഠനും അനുജനുമാണ്. ഒരേ വീട്ടിലെ പിള്ളേർ, അച്ഛനും അമ്മയില്ല.
അതിലെ ഇളയ മകൻ ഗബ്രിയേലെ ഫാദർ ദത്തു കൊടുത്തു. പക്ഷെ മൂത്ത മകനെ ദത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഫാദർ തന്നെയാണ് വളർത്തിയത്. ഒരുപാട് വർഷം കഴിഞ്ഞ വർഷം ഈ ഗബ്രിയേൽ ആത്മഹത്യ ചെയ്തു. അത് പീറ്റർക്ക് ഒരുപാട് വിഷമമുണ്ടാക്കി. അതേ സമയത്താണ് ഫാദർ പ്രൈസിനും ക്യാൻസർ രോഗം പിടിപെട്ടത്. ഫാദർ പ്രൈസ് പറഞ്ഞത് എന്നെ ദൈവം ശിക്ഷിക്കുകയാണ് എന്നാണ്. എന്തുകൊണ്ടാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഒരു 10 മാസം മുന്നേ പീറ്റർ ഇവിടെ ഫാദറെ കാണാൻ വന്നിരുന്നു. പിന്നീട് അവൻ വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയും. അവിടെ തന്നെയാണ്. പക്ഷെ ഹീറോയിന് പിടികിട്ടി. അവൾക്ക് മനസ്സിലായി പീറ്ററാണ് ഈ കൊലപാതകത്തിനെല്ലാം പിന്നിൽ. പഴയകാല ലൈബേറ എന്ന പ്രാർത്ഥന പീറ്റർ ഫാദർ പ്രൈസിന്റെ കയ്യിൽ നിന്ന് പഠിച്ചതാണ്. മരിച്ചുപോയ തന്റെ സഹോദരനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ആ പ്രാർത്ഥന പ്രാവർത്തികമാക്കുകയാണ് പീറ്റർ ചെയ്യുന്നത്. അയാളെ എത്രയും പെട്ടെന്ന് തടയണമെന്ന് ഹീറോയിൻ ചീഫിനോട് പറയുമ്പോൾ ചീഫ് പറയും, നീ പറഞ്ഞൊക്കെ ശരി തന്നെ, പക്ഷെ കേസ് ഇത്ര സീരിയസ് ആയതുകൊണ്ട് അത് നിന്റെ കൈവിട്ടുപോയി. ഇപ്പം ഞാൻ മറ്റൊരു ടീമിനെ വെച്ചാണ് അന്വേഷിക്കുന്നത്. അയാൾ നെക്സ്റ്റ് കൊല ചെയ്യാൻ പോകുന്ന ആളെയും ഞങ്ങൾക്ക് പിടികിട്ടി, കാൾ സ്മോട്സ്. അയാളുടെ വീടിന് ചുറ്റും പോലീസുകാരെ കാവൽ നിർത്തിക്കഴിഞ്ഞു. ഇനി നീ ഈ കേസ് നോക്കണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറയുമ്പോൾ ഹീറോയിൻ ചീഫിനെ നല്ല തെറി പറയും. ഞാൻ അന്നേ പറഞ്ഞല്ലോടോ ഇത് സീരിയൽ കില്ലിംഗ് ആണെന്ന്, താൻ കേട്ടോ? എന്നിട്ട് അവസാനം എന്നെ ഒഴിവാക്കി, എന്തേലും കാണിക്കണം നാറികളെന്ന് പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നിട്ട് ബാറിൽ ചെന്ന് മൂക്കുമുട്ട കള്ളും കുടിച്ചിട്ട് വീട്ടിലേക്ക് തിരിഞ്ഞു വരികയാണ്. അപ്പോൾ കൊച്ചു പോലീസ് അവളെ വിളിക്കും. ഞങ്ങൾ ആ പുതിയ ടാർഗറ്റിന്റെ വീട്ടിലാ, കില്ലറെ പുതിയ ടാർഗറ്റിന്റെ വീട്ടിലാ. അവിടെ ചുറ്റും പോലീസുകാരുണ്ട്. നിങ്ങളും ഉണ്ടായിരുന്നിരിക്കണമായിരുന്നു. പക്ഷെ നിങ്ങളെ ഈ കേസിൽ നിന്ന് മാറ്റിയത് എനിക്ക് വിഷമായി. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ പിടിച്ചോളാം, നിങ്ങൾ വറീഡാവാതെ കിടന്നോന്ന് പറഞ്ഞ് കൊച്ചു പോലീസ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഹീറോയിൻ തൻ്റെ റൂമിലേക്ക് വന്ന് അവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്, ഗ്ലാസ്സിലെ വെള്ളം. ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇവൾക്ക് തല ചുറ്റുന്നതായിട്ട് മനസ്സിലാവുക. ഗ്ലാസ്സിലെ വെള്ളത്തിൽ ഈ കില്ലർ മയക്കുമരുന്ന് കലർത്തിയിരുന്നു. ഇവൾക്ക് പാതി ബോധം വരുമ്പോൾ അയാൾ ഇവളെ കാറിൽ എങ്ങോട്ടോ കൊണ്ടുപോകുമായിരിക്കും. കണ്ണ് തുറക്കുമ്പോൾ ചെയറി കെട്ടിവെച്ചിരിക്കുക. നീ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കും. അപ്പം അയാൾ പറയാ, ഞങ്ങളിൽ ഒരാളാവാൻ നീ തന്നെ തീരുമാനിച്ചതാ. ഇപ്പം ആയിക്കഴിഞ്ഞു. ഇതെല്ലാം ദൈവത്തിന്റെ വിദ്യ. നിനക്കൊരുപാട് നാളായിട്ട് മാരക വേദനയുള്ളൊരു രോഗമുണ്ടെന്ന് എനിക്കറിയാം. ആ വേദന ഇനിയും നീ താങ്ങണ്ട, ഇത് കഴിക്കി, ആ വേദന പോകുന്നു പറഞ്ഞ് അയാൾ എന്തോ ഒരു മരുന്ന് കൊടുക്കുന്നു. ഇവള് വേണ്ടാന്ന് പറയും. അതേ മരുന്ന് ഇയാൾ കുടിച്ച് എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിനക്ക് വിഷമല്ല ഞാൻ തരുന്നത്, ഇത് കഴിച്ചോന്ന് പറഞ്ഞ് അയാൾ വീണ്ടും കൊടുക്കുന്നു. അത് അവള് കുടിക്കുമ്പോൾ പെട്ടെന്ന് അവളെ വേദനയെല്ലാം മാഞ്ഞുപോയി. ഇപ്പൊ ഹീറോയിൻ പറയും, നിനക്ക് ഇത്രയും കഴിവുണ്ടല്ലോ, ഒരാളുടെ വേദന സെക്കൻഡുകൾ കൊണ്ട് മായ്ച്ചു കളയാനുള്ള കഴിവ്. അത് നീ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചൂടെ? നിന്റെ സഹോദരനോ മരണപ്പെട്ടു, അവനായിട്ട് തീരുമാനം എടുത്ത് മരിച്ചതാ. ഇനിയും അവനെ തിരിച്ചു കൊണ്ടുവരണം എന്ന് നീ വിചാരിക്കുന്ന ഒരു മണ്ടത്തരമാണ്. അങ്ങനെ ചെയ്യല്ലേ. മരിക്കാൻ പോകുന്നവരെയാണെങ്കിലും കൊല ചെയ്യുന്നത് ഒരു പാപം തന്നെയാണ്. അത് വീണ്ടും വീണ്ടും നീ ചെയ്യരുത്, നിന്റെ കൈകൊണ്ട് ചെയ്യരുത്. അപ്പം ആ കില്ലർ പറയും, എല്ലാവർക്കും രണ്ടാമതൊരവസരമുണ്ട്. ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരെയും സ്വതന്ത്രമാക്കിയെന്നേ ഉള്ളൂ. എൻ്റെ അനുജന്റെ 2ാം വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. നിന്നെയും ഞാൻ സ്വതന്ത്രമാക്കാം. നിന്റെ എല്ലാ വേദനകളും നിന്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും വിട്ടുപോകട്ടെ. നീയും ഇപ്പോൾ ഞങ്ങളിൽ ഒരാളാണ്. മദ്യം കഴിക്കാതെ ഒരു ദിവസം കിടന്നുറങ്ങാൻ നിനക്ക് കഴിയോ? ഇല്ലല്ലോ. ആ വേദനയെല്ലാം ഞാൻ മാറ്റും. നിന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരുപാട് വേദനയുള്ളൊരു കാര്യം പറഞ്ഞോ. ഹീറോയിൻ കണ്ണുകൾ കലങ്ങിക്കൊണ്ട് പറയും, എൻ്റെ കുഞ്ഞ്, അവൾ എന്നെ വിട്ടുപോയി. സോ ഇവൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് മരണപ്പെട്ടാണ്. പീറ്റർ പറയും, എനിക്ക് ആ വേദന മനസ്സിലാക്കും. നിന്റെ എല്ലാ വേദനയും മാഞ്ഞു പോകട്ടെ, ഇത് കഴിക്ക്, പിന്നെ നിനക്കൊരു പരാതി ഉണ്ടാവില്ല. ദൈവം നിന്നെ വിളിച്ചിരിക്കുകയാണ് ശുദ്ധീകരണത്തിന് വേണ്ടി, ഇത് കഴിക്ക്. ദൈവം തന്നെയാണ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത്, ഇത് കഴിക്കുന്നും പറഞ്ഞ് അയാൾ എന്തോ ഒരു വിഷമുള്ള പാനീയം ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവളും ഒരു സെക്കൻഡ് മറന്നറിയാതെ കുടിക്കാൻ പോവുമെങ്കിലും പെട്ടെന്ന് ബോധം വന്ന് പാത്രം മാറ്റി, എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്ക് ഒരു ചാൻസും കൂടെ തരൂ, ജീവിക്കാൻ ഒരു ചാൻസും കൂടെ താ, ഇങ്ങനെ സ്വയം ഇല്ലാതാക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ പോരാടി നോക്കട്ടെ. ഇത് കേട്ടുടനെ പീറ്റർ കിളിപോയി. അയാൾ എന്തൊക്കെയോ കൽപ്പിച്ചു കൂട്ടിയിരുന്നതാണ്, അതെല്ലാം പാഴ്വേലയായപ്പോൾ പുള്ളിയുടെ കിളിപോയി. പുള്ളി എഴുന്നേറ്റ് ഇതിങ്ങനെയാണ് തീരേണ്ടതെങ്കിൽ അങ്ങനെ തീർന്നോട്ടെ എന്നും പറഞ്ഞ് തോക്കെടുത്ത് ഇവളടുത്തേക്ക് പോകും. ഇവളെ തലയ്ക്ക് നേരെ തോക്ക് വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവളെയാണ് കൊല്ലാൻ പോണേന്ന്. പക്ഷെ അവളെയല്ല കൊല്ലുന്നത്, ഇയാൾ സ്വന്തം തലയിൽ വെടിവെച്ച് മരണപ്പെടുക. ഇത് 12ാമത്തെ ലാസ്റ്റ് വിക്റ്റിമാണെന്ന് ആലോചിക്കണം. 12ാമത്തെ അപ്പസ്തോലൻ. കണക്കിൽ 10 ആയിട്ടുള്ളൂ. ഒരെണ്ണം കൂടെ ഗ്യാപ്പിൽ സംഭവിച്ചിട്ടുണ്ടാവണം. വാട്ടവർ. ഇപ്പം ഇയാൾ മരണപ്പെട്ടു. ആ വീടിന് മൊത്തം തീ പിടിക്കുകയാണ്. പെണ്ണെങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചാടും. അത് കഴിഞ്ഞപ്പോൾ അവളുടെ ബോധം പോയി. കണ്ണ് തുറക്കുമ്പോൾ ആശുപത്രിയിൽ അമ്മയുടെ അടുത്ത് പെണ്ണ് എഴുന്നേൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞു പോലീസ് ഒരു കവർ ബൊക്കയുമായി അവളെ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, പീറ്ററുടെ സഹോദരന്റെ ബോഡി ഇപ്പോഴും ആ ടെന്റ് ഹൗസിലാണല്ലോ ഉള്ളത്, അത് റിക്കവർ ചെയ്തോന്ന്. കുഞ്ഞു പോലീസുകാരൻ പറയും, അത് റിക്കവർ ചെയ്യാൻ ഞാൻ 2 പോലീസുകാരെ വിട്ടിട്ടുണ്ട്, അവരെത്രയും പെട്ടെന്ന് അതും എടുത്തുകൊണ്ട് മോർച്ചറിയിലേക്ക് വന്നോളും. ഈ 2 പോലീസുകാർ ആ കപ്പ വീട്ടിൽ ചെന്ന് നോക്കുമ്പോണ്ട് അവിടെ കിടന്ന ഗബ്രിയേലിന്റെ ബോഡി കാണാനില്ല. അത് ശരിക്കും ഉയർത്തെഴുന്നേറ്റതാണോ അതോ ആരെങ്കിലും വന്ന് പൊക്കിയെടുത്തോണ്ട് പോയതാണോ നമുക്കറിയില്ല.
അവിടെ വെച്ച് ദ കോളിംഗ് എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ.